ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചാമ്പയ്ക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ചാമ്പയ്ക്ക മരമാണ്. അപ്പോൾ ചാമ്പയ്ക്കനെ പറ്റി നമുക്ക് കുറച്ച് കൂടുതലായിട്ട് അറിയുന്നത് നല്ലതല്ലേ, കാരണം നമുക്കത് ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒന്നാണ് കേട്ടോ. നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വീടുകളിലൊക്കെ നട്ടു വളർത്തി വരുന്ന ഒരു ചെറിയ വൃക്ഷമാണ് ഈ ചാമ്പയ്ക്ക എന്ന് പറയുന്നത്. ചാമ്പ എന്നാണ് ആ മരത്തിന് പറയുക. അതിൻ്റെ ആ കായാണ് കേട്ടോ ചാമ്പങ്ങ, ചാമ്പയ്ക്ക, അതുപോലെ ജാമ്പയ്ക്ക എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു പേരൊക്കെ അതിനുണ്ട്. അപ്പോൾ ഇത് ചുവപ്പ്, റോസ്, അതുപോലെ വെള്ള എന്നീ നിറങ്ങളിലൊക്കെ കാണാറുണ്ട്. നല്ല ജലാംശമാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ ഏറെക്കാലം വെക്കുകയാണെങ്കിലും അത് കേടാവാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അത്ര പെട്ടെന്നൊന്നും ഇത് കേടുവരില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വിത്തുണ്ട്. വിത്ത് വഴിയാണ് വംശവർദ്ധനവ്. പരിചരണം ഒന്നും വേണ്ടാത്ത മരമാണിത്. അതുപോലെ തന്നെ ഉപ്പുവെള്ളമൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടാവുമല്ലോ, അവിടെ പോലും ഇത് നന്നായിട്ട് വളരാറുണ്ട് കേട്ടോ. പ്രമേഹം, അതുപോലെ കൊളസ്ട്രോള്, അതൊക്കെ ചെറുക്കാനായിട്ട് പോഷണങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ചാമ്പയ്ക്കയിൽ. അതുപോലെ തന്നെ ക്യാൻസറിനെ തടയാനുള്ള കഴിവുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. ചാമ്പയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന ജംബോസിനാണ് പ്രമേഹത്തെ വരുതിയിൽ നിർത്താൻ സഹായിക്കുന്നത്. മാത്രമല്ല, നമുക്ക് നാരുകൾ അടങ്ങിയിരിക്കുന്ന ഈ ചാമ്പയ്ക്ക ഉണ്ടല്ലോ, ദഹന പ്രക്രിയ സുഗമമാക്കുന്നതിന് സഹായിക്കും. ഹൃദയാഘാതം, അതുപോലെ തന്നെ പക്ഷാഘാതം, ഇതൊക്കെ ഇല്ലാതാക്കാൻ ഈ കുഞ്ഞൻ പഴത്തിന് കഴിവേറെയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ഡയറ്ററി ഫൈബർ, അയേൺ, സൾഫർ, പൊട്ടാസ്യം എന്നിവയിൽ സന്തുഷ്ടമായ ചാമ്പയ്ക്കയുടെ കുരു ഔഷധദായകമാണ്. അതിസാരത്തിനും അതുപോലെ തന്നെ വയറിളക്കത്തിനും ശമനം ഉണ്ടാക്കാൻ ചാമ്പയ്ക്കക്കുരു ബഹുകേമനാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വൈറ്റമിൻസ് ഉള്ളതാണ് ഈ ഒരു ചാമ്പയ്ക്ക എന്ന് പറയുന്ന ഈ പഴം കേട്ടോ. നല്ലപോലെ തുടുത്ത് പഴുത്ത് നിൽക്കുന്ന ചാമ്പയ്ക്ക കണ്ടാൽ തന്നെ എല്ലാവർക്കും ഒന്ന് പൊട്ടിച്ച് കഴിക്കാൻ തോന്നും. അപ്പോൾ ഇത് നമ്മൾ നടുവേ മുറിച്ചിട്ട് അതിൽ ഉപ്പും മുളകും ഒക്കെ ചേർത്ത് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിക് മെമ്മറി അല്ലേ ഇതൊക്കെ. നമ്മൾ അങ്ങനെയൊക്കെ കഴിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ചെറുപ്പകാലത്തിലൊക്കെ കഴിച്ചിട്ടുണ്ടാവും, നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം ചാമ്പയ്ക്ക പല കളറിലുണ്ട്. വെള്ള, ചുവപ്പ്, അതുപോലെ റോസാണ് കൂടുതൽ എല്ലാവിടെയും കണ്ടിരിക്കുന്നത്. വെള്ളയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആരോഗ്യത്തിന് ഇതിന് പല ഗുണങ്ങളുണ്ട് കേട്ടോ. മെയിനായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് ദഹനത്തിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ പ്രമേഹത്തെ നിയന്ത്രിക്കും, രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടും, കരളിൻ്റെയും വൃക്കയുടെയും ആരോഗ്യമൊക്കെ സംരക്ഷിക്കും, ചർമ്മത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും ക്യാൻസറിനെ തടയാനും അതുപോലെ തന്നെ കാർഡിയോ വാസ്കുലർ ഹെൽത്ത് നിലനിർത്താനും ഒക്കെ ഈ ചാമ്പയ്ക്കയ്ക്ക് കഴിവുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത്രയും ആരോഗ്യ ഗുണങ്ങളും ഹെൽത്ത് വൈസ് നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ തരുന്ന ഒരു ചെടിയാണ് കേട്ടോ ചാമ്പ. അതിൻ്റെ കായ് ചാമ്പയ്ക്ക. അപ്പം അത്രയും ഗുണങ്ങളുള്ളതാണ്. നമുക്കൊരു ഒരുപാട് കെയറൊന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണിത്. നമുക്ക് ഒരുപാട് അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നന്നായി ഒന്ന് കെയർ ചെയ്യണം, അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ നോർമൽ കാലാവസ്ഥയിൽ തന്നെ ഇത് നന്നായി വളരും. വലിയ കെയറൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കാം. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അച്ചാർ ഉണ്ടാക്കാം, ഉപ്പിലിട്ട് വെച്ചിട്ടും, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ കഴിക്കുന്നതാണെങ്കിലും, വെറുതെ കഴിക്കുന്നതാണ് കൂടുതൽ നമുക്ക് വൈറ്റമിൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ജ്യൂസ് അടിച്ചിട്ടൊക്കെ കഴിക്കാറുണ്ട്. ജ്യൂസ് അടിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ജ്യൂസൊക്കെ അടിച്ച് കഴിച്ചാൽ നല്ലതാണ്. കൊളസ്ട്രോളൊക്കെ കമ്മിയാവാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ചാമ്പയ്ക്ക. അപ്പോൾ വലിയ കെയറൊന്നും വേണ്ട. പിന്നെ ഒരുപാട് സ്ഥലവും ആവശ്യമില്ല ഈ ഒരു ചെടി വളർത്താൻ. കാരണം ചാമ്പയ്ക്ക ചെടി എന്ന് പറയുന്നത് ഒരുപാട് വലുപ്പത്തിൽ അങ്ങനെ പോവില്ല. ചെറിയൊരു ചെടിയാണ്. അതിൽ തന്നെ നല്ല പോലെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നന്നായിട്ട് കൊലയായിട്ട് ഇങ്ങനെ കാച്ചു നിൽക്കും. ഇതപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചാമ്പയ്ക്കയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ സ്പേസിൽ നമ്മൾ ഇതാണ്ടോ കുറച്ച് ബ്രാഞ്ചസേ ഉള്ളൂ. ആ ബ്രാഞ്ചസിലെല്ലാം നന്നായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി പഴുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ല കളറായിരിക്കും കേട്ടോ. ഇതിപ്പോൾ കുറച്ച് കളർ കുറവാണ്, ഒരുപാട് മൂത്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. നല്ല രസമാണ് ഇത് കാണാനും, ഭംഗിയാണ്. ആർക്ക് കണ്ടാലും അതൊന്ന് വലിച്ച് കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരും. അത്രയും സൂപ്പറാണ്. കുറച്ച് ചെറിയ പുളിപ്പൊക്കെ ഉണ്ടാവും, പക്ഷേ എങ്കിലും സൂപ്പറാണ് കഴിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ ഹെൽത്ത് വൈസും എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലൊരു ചെറിയ ചെടിയൊക്കെ വെച്ചിട്ട് നമ്മൾ വളർത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും കേട്ടോ. അപ്പോൾ ചാമ്പയ്ക്ക ചെടി ഇതാ കണ്ടില്ലേ, പച്ച ഇലയാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതാ താഴെ ഇങ്ങനെ നമുക്ക് മണ്ണിൽ വെച്ച് കൊടുക്കാം. ചെറിയ ചെടി, ആ കുരു ഉണ്ടല്ലോ, ആ കുരു ഇങ്ങനെ കുത്തി നമ്മൾ മുളപ്പിച്ചതിന് ശേഷം നമ്മൾ ഗ്രോ ബാഗിലൊക്കെ വെച്ചൊന്ന് മുളപ്പിച്ചിട്ട്
അതിനുശേഷം നമുക്കത് മണ്ണിലോട്ട് മാറ്റാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.